ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ആതൂട്ടനും കണ്ണനും ഒക്കെ നടന്നു പോകുന്നത് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അമ്പലങ്ങളെല്ലാം കൂടെ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പം നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തു നിന്നാണ് പോകുന്നത്. അപ്പം രാവിലെ 4 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ബസ് വന്നിരിക്കുന്നിടത്തോട്ട് പോവാണ്. അപ്പം ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം ഉണ്ടല്ലോ, അവിടെയാണ് വണ്ടി വരുന്നത്. അപ്പം നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നടന്നു പോവാണ്. ഈ ഓട്ടോയിൽ വരുന്നവരൊക്കെ യാത്ര പോകാനായിട്ട് വന്നവരൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. നമ്മളൊരു 5 ക്ഷേത്രങ്ങളിലാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് നേരെ ആറ്റുകാലാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ചെങ്കല്ല് ക്ഷേത്രം, ചെങ്കല്ല് മഹാദേവ ക്ഷേത്രം, പിന്നെ ആഴിമല, മണ്ടയ്ക്കാട്, കന്യാകുമാരി, എന്നിട്ട് തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ ഒരു തീർത്ഥയാത്രയൊക്കെ പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫാമിലി എല്ലാവരും പോയിട്ടുണ്ട്, അങ്ങനെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ആളുകൾ ഒന്നിച്ചൊരു വണ്ടിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേനും ഏകദേശം ആളുകളെല്ലാം വന്നു തുടങ്ങി. നമ്മുടെ വണ്ടി എടുത്തപ്പോഴത്തേക്കും ഏകദേശം 5 മണി എങ്കിലും ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ സീറ്റിലൊക്കെ കയറിയിരുന്നു. ചേച്ചിയും അമ്മയും കണ്ണനും അവിടെയാണ് ഇരിക്കുന്നത്. അവരുടെ തല കാണുന്നുണ്ടല്ലോ. ഞാനും പൊന്നും ഈ 2 സീറ്റുള്ളിടത്താണ് കേട്ടോ ഇരിക്കുന്നത്. ആദൂട്ടനാണെങ്കിൽ കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നോളെന്ന് പറഞ്ഞിട്ട് അവിടെ ആദൂട്ടൻ അവിടെ സെറ്റിലായി. അങ്ങനെ ഞാനും പൊന്നൂസും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി. കാര്യം തലേ ദിവസം താമസിച്ചാണ് നമ്മൾ ഉറങ്ങിയത്. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ടും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞാനും പൊന്നൂസും നല്ലപോലെ കിടന്നുറങ്ങി. ഏകദേശം നേരം ഇങ്ങനെ വെളുത്ത് വന്നപ്പോഴാണ് ഉണർന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ആറ്റുകാൽ ഇറങ്ങി. ആറ്റുകാൽ എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. കാര്യം ആദൂട്ടൻ കയറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഛർദ്ദിച്ചായിരുന്നു. അതുകൊണ്ട് അവനെ എടുത്തോണ്ടാണ് ഞാൻ നടന്നത്. എനിക്ക് അതുകൊണ്ട് ആറ്റുകാലെ കുറച്ച് ഇതേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കയറി തൊഴാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു. പൊങ്കാലയ്ക്ക് പിന്നെ 2 ദിവസവും കൂടെ ഉള്ളായിരുന്നു, അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ചെങ്കല്ല് ക്ഷേത്രത്തിൽ വന്ന്. നമ്മുടെ നെയ്യാറ്റിൻകരയാണ് ക്ഷേത്രം. നല്ല അടിപൊളി രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുത്തുപണിയും ചെയ്തു വെച്ചേക്കുന്നത്, കല്ല് ചെയ്തു വെച്ചേക്കുന്നത് അടിപൊളിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ പയ്യന്മാർക്ക് കട കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ചേച്ചി എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ആദൂട്ടനും കണ്ണനും എന്തോ മേടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശിവലിംഗം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്, പിന്നെ ഹനുമാൻ ഇങ്ങനെ അതെനിക്ക് പറയാറിഞ്ഞൂടാ. അപ്പം അതിനകത്തിങ്ങനെ കയറാൻ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയതൊന്നുമില്ല. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ടതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും കയറണമല്ലോ. അപ്പം സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും കയറണമുള്ളത് കൊണ്ട് നമ്മൾ തൊഴുതങ്ങ് പോവായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു 8:30, 9 മണി, 8:30, 7:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ക്ഷേത്രത്തെപ്പറ്റി അങ്ങനെ കേട്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. ഇറങ്ങിയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാപ്പിയും ചോറും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വണ്ടി കയറി അടുത്ത സ്ഥലത്ത് നമ്മളെത്തി. നമ്മൾ പോകുന്നത് ആഴിമലയാണ്. ഇവിടെ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വരാൻ പറ്റി. നമ്മൾ നല്ല ഇറക്കമാണ് റോഡൊക്കെ. അവിടുന്ന് കുറേ ഇങ്ങോട്ട് നടക്കണമായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് കിടക്കുവാണ് ഞാൻ. നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. എപ്പോഴും മനസ്സിൽ വിചാരിക്കും വരണം. പക്ഷേ
അടുത്ത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ ആയിരുന്നു. അയ്യോ, നമ്മൾ വീഡിയോയിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണാൻ അടിപൊളി രസമാണ് കേട്ടോ. എനിക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി, നമ്മളിങ്ങനെ കണ്ണെടുക്കത്തില്ല, അടിപൊളി രസമാണ്. അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മതി വന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ എല്ലാ ആൾക്കാരും അവിടെ ഇങ്ങനെ പല പല ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചിറങ്ങി. അപ്പം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരം നല്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നിൽക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തൊഴാനും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൂടെ വന്നവരെയും കൂടെ നോക്കണമല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ചാവുമ്പം എല്ലാവരുടെ കൂടെ പോകണം. അപ്പം നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവുകയാണ്. വണ്ടി കിടക്കുന്നിടത്തോട്ട് പോകുന്നത് നല്ല ദൂരത്താണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നല്ല ഡിസ്റ്റൻസാണ്. അതുമാത്രമല്ല ഈ റോഡ് നല്ല കയറ്റമാണ്, നമുക്ക് നടന്നു പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ. അങ്ങനെ കണ്ണനും അമ്മയും പൊന്നും ആദൂട്ടനും വേറൊരു വണ്ടിയിൽ, ഞാനും ചേച്ചിയും വേറൊരു ഓട്ടോയിലൂടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവാണ് കേട്ടോ. അവിടുന്ന് പിന്നെ വണ്ടിയിൽ നമ്മൾ കയറിപ്പോയത് മണ്ടയ്ക്കാട്ടോട്ടാണ് കേട്ടോ. മണ്ടയ്ക്കാട് പോകാനായിട്ട് തമിഴ്നാട് ബോർഡറൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നല്ല ഗ്രാമം കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ പോയ വഴി മൊത്തം ഇങ്ങനെ കടകളും ടൗണൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി നിർത്തി. മണ്ടയ്ക്കാട് എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. മണ്ടയ്ക്കാടും ഈ നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലവും തമ്മിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് കയറിയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത്. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് നടത്തം ഉണ്ടായിരുന്നു അമ്പലത്തിലോട്ട്. നല്ല വെയിലും പുകയും എല്ലാം കൂടെ ആയപ്പോഴത്തേന് എൻ്റെ പൊന്നോ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആദൂട്ടനും അതുപോലെ തന്നെ നല്ല ടയേർഡായിപ്പോയി. അവനാണെങ്കിൽ ഛർദ്ദിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു. ഞാനും അമ്മ ഇങ്ങനെ മാറി മാറിയൊക്കെയാണ് അവനെ എടുത്തുകൊണ്ട് നടന്നത്. ഞങ്ങളങ്ങനെ മണ്ടയ്ക്കട് അമ്മയുടെ നടയെ തൊഴുതിട്ട് ചുറ്റി തൊഴാൻ ഞാൻ പോയില്ല. ഞാനും ആദൂട്ടനും അവിടെ ഇരുന്നു. എനിക്ക് അത്രയും നേരം ആദൂട്ടനെ എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ആദൂട്ടനാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഫ്രഷ് ആക്കി ഒന്ന് മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആദൂട്ടൻ ചെറിയ രീതിയിലൊന്ന് ആക്റ്റീവായിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളൊക്കെ ആയി. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ വരെ വന്നിട്ട് പിള്ളേർക്ക് ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടോട്ടൊന്ന് കാണാനായിട്ട് നടന്നു വന്നു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ബസ് കയറി നമ്മുടെ ബസ് കിടക്കുന്നിടത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മണ്ടയ്ക്കാടുന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്കൊരു കേരളം പോലെയൊക്കെയാണ് തോന്നുന്നത്. എനിക്ക് തമിഴ്നാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മുടെയൊക്കെ നാട് പോലെയൊക്കെ തന്നെയാണ് തോന്നിയത്.
അങ്ങനെ നമ്മൾ ബസ്സിൽ വന്ന് കയറി. ആദൂട്ടൻ ഇപ്പം ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നേരത്തെ സംസാരിക്കുന്നൊന്നും ഇല്ലായിരുന്നു, ക്ഷീണിച്ച് ഇങ്ങനെ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ കന്യാകുമാരിക്കാണ് വിട്ടത്. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ നന്നായിട്ട് ഉറങ്ങിയെങ്കിലും ആദൂട്ടൻ ഉറങ്ങിയില്ല കേട്ടോ. ആദൂട്ടൻ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു പൊന്നൂസിനോട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. പിന്നെ അതുകൊണ്ട് വൊമിറ്റ് ചെയ്തതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കന്യാകുമാരി പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കന്യാകുമാരി. ഈ പറഞ്ഞ ഒരു ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഞാൻ ആകെ പോയിട്ടുള്ളത് ആറ്റുകാലാണ്. അപ്പോൾ എല്ലായിടവും പോകാൻ പറ്റിയ സന്തോഷം. ലാസ്റ്റ് നമ്മൾ കന്യാകുമാരി വന്നിറങ്ങി. വന്നപ്പം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. സൺസെറ്റിൻ്റെ ആ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകാം. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങ് ഒത്തിരി പോകണം, ഇവിടുന്ന് നല്ല ദൂരമുണ്ട് കാണുമ്പോഴത്തേക്കും. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നമുക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നടന്നു പോകുന്ന വഴി മൊത്തം ഇങ്ങനെ ചായക്കടകൾ കച്ചവടങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി ചായ കുടിച്ചു എല്ലാവരും കൂടെ. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ആദൂട്ടന് എന്തായാലും കുഴപ്പമില്ലാതൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം അവന് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ചായ ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കുമ്പോൾ ഛർദ്ദിച്ചാലോ എന്നുള്ളൊരു പേടി ആദൂട്ടനുണ്ടായിരുന്നു കേട്ടോ. നമ്മളോരോ ചായയും മുളക് ബജിയും കോളിഫ്ലവറും ഒക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ നടന്നു. അപ്പോഴത്തേന് സൺസെറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ നല്ലൊരു ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലത്ത് വന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ സമയം പോയി. നമ്മുടെ കൂടെ വന്നവരെയൊന്നും നമ്മൾ ആ സമയത്ത് കണ്ടില്ല. അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മുടെ കൂടെ വന്നവരൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. എന്തായാലും എല്ലാവരും ബസ്സിൻ്റെ അടുത്ത് വരുമല്ലോ, ആ ഒരു വിശ്വാസത്തിൽ നമ്മളവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈ നോക്കി ലക്ഷണം പറയുന്ന ഒരു അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൈ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ചേച്ചി ചിരിക്കുന്നത് അവർ പറയുന്ന ഏകദേശം കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചിക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും കൈ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതാണ്, പക്ഷേ പറഞ്ഞതൊക്കെ ഏകദേശമൊക്കെ ശരിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ലൈറ്റ്സൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു വണ്ടിയുടെ അടുത്തോട്ട് പോകാം. അന്ന് നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സമയം, പക്ഷെ നമ്മൾ പതുക്കെ അങ്ങോട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ്. ഇപ്പം അതുകൊണ്ടന്നെ ഇടിക്കുകയൊന്നും വേണ്ട കേട്ടോ. കണ്ണൻ്റെ കൂടെ നല്ല ചില്ലായിട്ട് ഓടി ഓടി പോകുന്നുണ്ട്. അപ്പം ഞാനും ചേച്ചി ഇങ്ങനെ കമ്മലൊക്കെ നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ചേച്ചിയും കമ്മലൊക്കെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് പോവാണ്. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കമ്മലുമൊക്കെ വാങ്ങിച്ച് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോയി. അപ്പം യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആദൂട്ടിനെ വയ്യാത്തൊരു ഇത് മാത്രമേ എനിക്ക് ഇതായിട്ട് തോന്നിയുള്ളൂ, ഇച്ചിരി വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇങ്ങനൊരു യാത്ര എനിക്ക് കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.